ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കത്തന്റെ കീഴിലേക്ക് പോവാം. ഷുവർ ആർ യു റെഡി? യെസ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ, കിഴി ഒരു പ്രത്യേക വൈബാണ്. ചെയ്യുന്ന ഞങ്ങൾക്ക് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, കാണുന്ന നിങ്ങൾക്ക് ഇല്ലെങ്കിലും ചെയ്യുന്ന ഞങ്ങൾക്കുണ്ട്. ഫസ്റ്റ് വൺ, സാഹസം. കിഴി കാണുന്നത് നിങ്ങൾക്ക് വലിയൊരു സാഹസമായിരിക്കും. മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഞങ്ങള് ആദ്യം തന്നെ വാണിംഗ് കൊടുക്കും. അതെ, തുടങ്ങുള്ളൂ. സാഹസ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 8-നാണ് സിനിമ റിലീസ് നടത്തുന്നത്. ഇത് ആൾറെഡി വന്നതാണ്, പക്ഷെ ഒന്നുകൂടെ കൺഫേം ചെയ്തെന്നുള്ളൂ. എന്തായാലും പുതിയ പോസ്റ്റർ ഇതാ. അടുത്തത് അത്യാവശ്യം നല്ല മോശമില്ലാത്തൊരു സിനിമയാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ആ പാട്ട് എനിക്കുണ്ടല്ലോ, അത് ഭയങ്കര ഇത് നിർത്തൂല, തന്നെ ആയിരിക്കും. ഏത് മൂഡ് ഒരു പ്രാവശ്യം വരുവാണെങ്കിൽ പിന്നെ രസമുണ്ട്. ഇത് കണ്ടിന്യൂസ് വന്നപ്പോഴേ എനിക്കത് റീൽസിലൊക്കെ എവിടെ കണ്ടാലും ഞാൻ അങ്ങനെ തീർപ്പിക്കും. അടുത്തത് ബാംഗ്ലൂർ ഹൈ. ഷൈൻ ടോം ചാക്കോ, അനൂപ് മേനോൻ, സിജു വിൽസൺ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. VKP ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പോസ്റ്റർ പൊളിയായിട്ടുണ്ട് കേട്ടോ. പൊളിയായോ ലുക്കിലേ? അതാ പറഞ്ഞത്, ഷൈൻ ടോം ചാക്കോന്റെ ഒരു പുതിയ ലുക്കും പിന്നെ ആള് പറയുന്ന ഡയലോഗും അതിലാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ. അതിപ്പോ പറയാം ആൾക്ക് സത്യം, ഇപ്പൊ പറയാം. അതാണ്. ഓക്കെ, എന്തായാലും VKPയുടെ ലാസ്റ്റ് സിനിമ ഏതായിരുന്നു? ലൈവ് അല്ലേ? ലൈവ് വളരെ മോശം സിനിമയാണ്. ഓക്കെ, അടുത്ത കിഴി കിങ്ഡം. വിജയ് ദേവാരകൊണ്ട നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ട്രailer 26-ാം തീയതി വരും. ജൂലൈ 26-ന്. സിനിമ റിലീസിനെത്തുന്നത് 31-ാം തീയതി. ജൂലൈ 31. എന്തായാലും ജൂലൈ 26-ാം തീയതി ഇതിൻ്റെ ട്രailer ലോഞ്ച് ഉണ്ട്. അത് തിരുപ്പതിയിലാണ് നടക്കുന്നത്. അടുത്തത് ആൽഫ. ഇനിയാണോ? ഞാനൊരു ആൽഫ മെയിലല്ലേ? നീ സിഗ്മ അത്രക്ക് എത്തുന്നു അല്ലേ? അതിലേക്ക് എത്തുന്നു. അതിനാദ്യം കോഴിത്തരം അവസാനിക്കുന്നു. അതാണ് അതിലേക്ക് കോഴിത്തരം തീരാതെ സിഗ്മയിലാവും. എന്താണെങ്കിലും ആൽഫ വാർ 2 സിനിമയില് നമ്മുടെ ആലിയ ഭട്ടും ഷർവാരി വാഗ് ഇവർ രണ്ടുപേരും എൻഡ് ക്രെഡിറ്റ് സ്ക്രീനിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് സ്പൈ യൂണിവേഴ്സിലെ ലാസ്റ്റത്തെ സിനിമയാണ് ആൽഫ. അതുകൊണ്ട് തന്നെ ഇവരെ കാണിച്ചുകൊണ്ടായിരിക്കും ആൽഫ തുടങ്ങുന്നത് കേട്ടോ. അതായത് വാർ 2-ൽ ഇവരെ കാണിച്ച് ആൽഫ തുടങ്ങുന്നു. ആൽഫയിലൂടെ ഇവരുടെ YRF നിർത്തുന്നു, യൂണിവേഴ്സ് നിർത്തുകയാണ്. 7ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. നന്നായി. അടുത്തത് നെക്സ്റ്റ് ലെവൽ. വേറെ ലെവല്. ഉപ്പി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഉപേന്ദ്രയുടെ അനൗൺസ്മെൻറ്റുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയോ ഒരു ചില സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യും. കോയിനിലും അല്ലാതെ പേടിയിലും. അതെ. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ലെവൽ സിനിമയുടെ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ? പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഏതൊരു സ്റ്റുഡിയോ ആയിരുന്നു? തരുൺ സ്റ്റുഡിയോസ്. അരവിന്ദ് കൗശിക് ആണ് സംവിധാനം. അരവിന്ദാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അടുത്തത് പോരട്ടെ. ഉപേന്ദ്ര ഒരു പ്രത്യേക സാധനം കൊണ്ടുവന്നായിരുന്നു. വേറെ ലെവൽ സാധനം. കപ്സ. ഉപേന്ദ്രൻ എന്താ അറിയോ? അല്ല, കപ്സക്ക് ശേഷം ഒന്നും ഒന്നില്ലേ, ഒരു വേൾഡ്. അതെന്തായിരുന്നു? UI. ഉപേന്ദ്ര എല്ലാം അങ്ങനെ ഈ സിനിമേന്റെ പേര് പോലെ എല്ലാം നെക്സ്റ്റ് ലെവലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ സാധനം ഇറക്കുന്നത്. ഫസ്റ്റ് ഒറ്റ ദിവസം ഓടുള്ളൂ. അത് ആ ഒരു കാര്യത്തില് നെക്സ്റ്റ് ലെവലാണ്. ഫസ്റ്റ് ഡേയിൽ ഓടുന്നത് സിനിമയല്ല, ജനങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. അടുത്തത് മിറാഷ്. മിറാഷ് സിനിമയെ കുറിച്ച് ജിത്തു ജോസഫ് പറഞ്ഞൊരു കാര്യമാണ്. ഇതും കുറച്ച് ആൾക്കാർ ഓടിയതിനെ കുറിച്ചാണ്. ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയ സിനിമയാണ്. എല്ലാം സെറ്റായി. നായികയ്ക്ക് പ്രാധാന്യം കൂടുതലാന്ന് പറഞ്ഞപ്പോ നായകന്മാർ ഓടുന്നു. അതെ, അതുകൊണ്ട് അവിടെ ചെയ്യാതെ. അതറിയാലോ, അവിടെ നായിക പ്രാധാന്യം ഒന്നും ഇല്ല. അവിടെ നായിക വരുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. അവർക്ക് പുച്ഛാണ്. എന്തായാലും അവർക്ക് അങ്ങനെയുള്ള സിനിമകളൊന്നും താല്പര്യമില്ല. അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് എന്താ നമുക്ക് മലയാളത്തിൽ
നല്ല സിനിമ കിട്ടാൻ പോകും. അതുകൊണ്ട് എന്താ അവർക്ക് നല്ലത് കിട്ടൂല. അതെ, പ്രേമം എന്നിട്ട് ഇവിടെ വിജയിക്കും, എന്നിട്ട് അതിന് ശേഷം അവർ കൊണ്ടുപോകും. ഇനി ഇവിടെ ഇത് ഹിറ്റായി കഴിയുമ്പോൾ എടുത്തോണ്ട് പോകും. അതെ, നിനക്ക് വരട്ടെ, നല്ലതാണോ അറിയണമെങ്കിൽ റിലീസ് ആവട്ടെ. അപ്പൊ പറയണം തരാൻ സൗകര്യം പാർട്ടിന്ന് പറയില്ലേ. ജിത്തു ജോസഫും അതിൽ പെടുന്നില്ല. ഞാൻ വിചാരിച്ചു മറ്റേ പപ്പു പറഞ്ഞാലോ പറഞ്ഞു തുറക്കൂലടാ പട്ടിന്നല്ല. ഓക്കെ, അടുത്തത് വെട്ടുമോ. വെട്ടും സിനിമയുടെ നിർത്തിവെച്ച ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. എന്തായാലും ഈ സിനിമയിൽ ശോഭിത ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട് കേട്ടോ. ശോഭിത സിനിമ സംവിധാനം ചെയ്യുന്നത് രഞ്ജിത്ത്, നായകൻ ആര്യ. അടുത്തത് അവതാർ 2 അവതാർ 3 സിനിമയുടെ ട്രെയിലർ ഫാന്റാസ്റ്റിക് 4ന്റെ കൂടെ ജൂലൈ 25-ന് തിയേറ്ററിൽ കളിക്കും കേട്ടോ. അടിപൊളി. ഓക്കെ, അപ്പൊ ഫാന്റാസ്റ്റിക് 4 ഉണ്ട്. അല്ല, അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും. അവതാർ 3നെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് താല്പര്യമുണ്ടോ? കാത്തിരിക്കുന്നുണ്ടോ? അങ്ങനൊന്നും ചോദിച്ചാൽ കാത്തിരുന്നേനെ. അല്ല, 2ന് കാത്തിരുന്നില്ല. 2 അതാ ഞാൻ പറഞ്ഞേ. 1 ഒരു രക്ഷയില്ലായിരുന്നു, അതുകൊണ്ട് 2ന് നമ്മൾ കാത്തിരുന്നു. 2 അത്രയ്ക്കും ഇഷ്ടപ്പെട്ടവരും ഉണ്ടാവുമായിരിക്കും കേട്ടോ. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ 3 വേണം എന്നുള്ള അങ്ങനത്തെ ഒരു നിർബന്ധമില്ല. ഇല്ല, ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് സംഭവമാണെന്ന് അറിഞ്ഞാൽ മാത്രം നമ്മൾ പോകും. കാണും, കാണാതിരിക്കുമല്ലോ. ഇന്ത്യൻ 3ക്ക് വരെ നമ്മൾ പോകും. പിന്നെ അല്ല, കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ 3ക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോണ സിനിമ. ഞങ്ങൾക്ക് അത്ര ത്രില്ലാണ് തിയേറ്ററിൽ പോയി കാണാൻ. സത്യം, നമുക്ക് എന്താ ചെയ്യണ്ടേ? സിനിമ നമ്മൾ എന്റർടൈൻ ചെയ്യാനല്ലേ, ആഘോഷിക്കാൻ പോവല്ലേ. പിന്നെ അല്ല, നമ്മുടെ പരിപൂർണമായ സ്കില്ല് പുറത്തു വരുന്നത് അങ്ങനെയുള്ള സിനിമ കാണുമ്പോഴാണ്. അതായത് സത്യം. തിയേറ്റർ ഉണ്ടല്ലോ, കുലുക്കും ഞങ്ങള്. അങ്ങനെ കുലുക്കിയിട്ടുണ്ട്, അറിയാത്തോണ്ടാ. അതെ, അത് മാസും മാരക സിനിമയും കിട്ടുമ്പോഴല്ല, ഇങ്ങനത്തെ വൃത്തികെട്ട അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇത് വേറെയാണ്. അതെ അതെ, നല്ല മാസ സിനിമകള് അല്ലെങ്കിൽ അടിപൊളി. അപ്പൊ നമ്മൾ സീരിയസ് ആയി. അതെ, മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ല് ഫുള്ള് പുറത്ത് കൾട്ട് പരിപാടികളൊക്കെ ഇങ്ങോട്ട് പുറത്ത് വരും. പല രീതിയിലായിരിക്കും. ഏറ്റവും കൂടുതൽ കമന്റ്സ് ആയിരിക്കും. അതെ, ഫുള്ള് രസാ. അതൊരു അനുഭവമാണ്. സത്യമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന ഒരു ടീം തന്നെ എണീറ്റങ്ങ് പോയി. അനുഭവം കൊണ്ട് തഗ്ലൈഫിന് അതായത് ഞങ്ങള് 4 പേര് ഇരിക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു. കുറെ പേരുണ്ട്. ഇന്റർവ്യൂല് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ആ ടീമിനെ ഒന്നും കാണാല. 2 ലൈൻ മുന്നിലുണ്ട് അവര് പോയിരിക്കുന്നത്. അത്രയ്ക്കും നല്ല മികച്ച രീതിയിൽ കാണുന്നുണ്ടേ. അവരിത് സീരിയസ് ആയിട്ട് നമ്മക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റണില്ല. അപ്പോഴാണ് അതേപോലെ തന്നെ ആയിരിക്കും. എന്തായാലും അതിന് വരെ പോവും. അപ്പോൾ അവതാറിന് പോവും, പക്ഷെ കാത്തിരിക്കുന്നില്ല. ഒരു പുതുമയും തോന്നുന്നില്ല. അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല. സംഭവം ഇത്, അതായത് ഇതിന് മുൻപ് ഉള്ളത് കാട്ടിലായിരുന്നു, അതിനുശേഷം വാട്ടറിൽ കൊണ്ടുവച്ചു, ഇനി ഇത് തീയിൽ കൊണ്ടുപോകും. ചാരാവും ചെയ്യും. പേരിൽ അതോടെ തീരും. അല്ല, 5 ഭാഗം വരെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോക്കാം. ജെയിംസ് കാമറൂൺ ആണ്, അതുകൊണ്ട് നമുക്ക് തള്ളാൻ പറ്റില്ല, തള്ളാൻ പറ്റില്ല. പടം കാണുമ്പോൾ നമുക്ക് ഈ ഒരു പ്രതീക്ഷയില്ല, അതുകൊണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടി. അതല്ല ഏറ്റവും നല്ലത്. എനിക്ക് അവതാർ 2 കറക്റ്റ് ടൈറ്റാനിക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അവതാർ 2 എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഫുള്ള് പലതും സീനുകൾ കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ്. അടുത്തത് ഓക്കെ, പോന്നോട്ടെ. അവതാറിന് വെട്ടിയിട്ടായിരിക്കുന്നത് അപ്പൊ നമ്മുടെ നിലവാരം. അടുത്തത് രാജാ സാബ്. മാധുരി സംവിധാനം ചെയ്ത് മാരുതി സംവിധാനം ചെയ്ത് നമ്മുടെ പ്രഭാസ് നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ നായികയായിട്ട് ഒരു പ്രധാന നായികയില് മാധുരി അല്ല, നിധി അഗർവാൾ എത്തും. ഓക്കെ, നിധി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഹരിഹര വീരമല്ലുല്ലേ, അതിലെ നായികയും നിധി അഗർവാൾ തന്നെയാണ്. അപ്പോൾ ആൾ പറഞ്ഞത് ഇനി ഒരു സോങ്ങും പിന്നെ കുറച്ച് പാച്ച് വർക്കും കൂടി ബാക്കിയുള്ളൂ, അല്ലാത്തൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊന്ന്, അതായത് പ്രഭാസത്തിൽ ഗോസ്റ്റ് അല്ല ഏഞ്ചലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി, ഗംഭീരമാവട്ടെ, ഒക്കെ അന്ന് കണ്ടാൽ മതി. അടുത്തത് കൂലി.
കൂലി സിനിമയില് കമൽഹാസന്റെ വോയിസ് ഓവർ ഉണ്ടാവും എന്നാട്ടോ കേൾക്കുന്നത്. റൂമറുകളാണ്, സത്യമാണോന്ന് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് LCU അല്ലേ? ബന്ധമുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നത് അറിയോ, അതായത് കൂലി രജനീകാന്തിനെ വെച്ചിട്ടുള്ള മറ്റൊരു യൂണിവേഴ്സ് അത് തന്നെയായിരിക്കും ഇത്. ആയിരിക്കാം. ഇപ്പോൾ അതിൻ്റെ പവർ ഹൗസ് വന്നില്ലേ, അതിൽ ഏതാണ്ട് ചില സൂചനകളൊക്കെ ഉണ്ട്. മിക്കവാറും അതിന്റെ വാൾട്ടറിനെ കുറിച്ച് പറയുന്ന അവസാനം അപ്പൊ അത് LCU തന്നെയാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നോക്കാം. ഇന്നലെ നമ്മുടെ ലോകേഷിന്റെ DP കണ്ടിട്ടാണ് കൂടുതലൊക്കെ സൃഷ്ടിച്ചത്. അതാണ് പവർ ഹൗസിനേക്കാളും വലിയ പവറായത്. അതായത് ഇതിന്റെ പ്രൊമോ വന്നപ്പോ ഈ പ്രൊമോയിൽ ഉണ്ടായിരുന്നു ഇവരെ ചാറ്റിങ്, വാട്സപ്പ് DP ഇട്ടിരിക്കുന്നത് നാൻ താണ്ട ലിയോ എന്ന് പറയുന്ന ഒരു ഫോട്ടോ ആണ്. ശരിക്കും രജനീകാന്തൊക്കെ ഞാനാടാ കഴുകൻ, നീ കാക്കന്റെ ആളാണോന്നൊക്കെ ലോകേഷിനോട് അല്ലേ ശരിയല്ലേ. അതായത് ആളഭിനയിച്ച സിനിമയുടെ അപ്ഡേറ്റിൽ പോലും അവിടെ മറ്റൊരാൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ റേഞ്ച് എന്തായിരിക്കും? അപ്പൊ ആളുടെ മനസ്സിൽ ആളോടുള്ള ഇഷ്ടം എന്തായിരിക്കും? അതല്ലെങ്കിലും ഉണ്ട്, 2 പടം അടുത്ത് കിട്ടണ്ടാ. അതെ അതെ, അത് ലിയോ 2 എന്തായാലും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. ലിയോ 2 ഉണ്ട്, മറ്റേതും സെറ്റ് തന്നെ. അന്നേരം അയാൾ പറഞ്ഞു ഇങ്ങനെ ആ രാഷ്ട്രീയത്തിന്റെ വൈബൊക്കെ മാറിയിട്ടില്ലേക്ക് തന്നെ തിരിച്ചു വന്നൊന്നും ചെയ്യാന്നുള്ള അതിനുള്ള വിത്തുകൾ പാകുന്നതാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും. ഇന്നലെ മറ്റേ ഇയാള് കാണിച്ചു കണ്ടില്ലേ, കലൈപുലീസ് താനു ഇതൊക്കെ തന്നെയാണ് ഉയരെന്നൊക്കെ വിളിച്ചിട്ട്. അതെ, കാക്ക ഇനി റിലീസ് ചെയ്യുന്നുണ്ടാവട്ടോ. ആള് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഇനി റിലീസ് ചെയ്തിട്ട് എന്താ കാര്യം? ഇപ്പൊ ബർത്ത്ഡേയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കുറെ സിനിമകൾ ബർത്ത്ഡേക്കാണ് റിലീസ് ഉണ്ടായിരുന്നു. ശരിയാ, കുറെ സിനിമകൾ ഉണ്ടായിരുന്നു. ഓക്കെ അടുത്ത കിഴി പോന്നോട്ടെ, വെയിറ്റ് ചെയ്യണേ ഞാനും. ഫഫ ജിത്തു ജോസഫ് മൂവി, ഇതൊരു റിയൽ ബേസ്ഡ് സ്റ്റോറിയാണെന്നുള്ളതാണ് കേട്ടോ. ഇതിന്റെ ഷൂട്ട് ഡിസംബറിൽ തുടങ്ങും. അതിനർത്ഥം എന്താ? അതിനു മുന്നേ ദൃശ്യം തീർക്കും. സിമ്പിൾ. ഇങ്ങേർക്ക് അതിന് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ സമയമില്ലല്ലോ, ഒരാവശ്യമില്ല, ഒരു ഇതുമില്ല. അത് അങ്ങനത്തെ ഒരു മനുഷ്യനാട്ടോ. തുടങ്ങുന്നു, സിനിമ കഴിഞ്ഞു കേൾക്കും. സത്യം, അത് ഗംഭീര പരിപാടിയാ. പെട്ടെന്ന് ഇപ്പൊ എത്രണ്ണം കഴിഞ്ഞു? മിറാഷ് കഴിഞ്ഞു, വലതുവശത്തെക്കാളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോ തീരാനായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ദൃശ്യം തീർത്തത്. ഇനിയിപ്പോ ദൃശ്യം തുടങ്ങി, അത് തീരും, അപ്പോഴേക്കും അടുത്ത് തുടങ്ങും. ആൾക്ക് ആകെ ഒറ്റ പേശിട്ടുള്ളൂ, അത് റാമില. സത്യം, അത് ആകെ കുറച്ച് ബഡ്ജറ്റ് കൂടി പോയി ചെയ്തു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മാത്രം അത് അങ്ങനെ ആയിപ്പോയി. അല്ലാതെ ഒന്നും ആള് ക്ലാസിക് ക്രിമിനൽ തന്നെ കേട്ടോ. അത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ആൾക്ക് അത് അങ്ങനത്തെ രീതിയിലുള്ള എഴുതുള്ളൂ, പിടിക്കുള്ളൂ. അതാണ്. എന്താണെങ്കിലും പെട്ടെന്ന് വരട്ടെ. അടുത്തത് രാമായണ സിനിമയില് സോങ് ഒന്നും ഫുള്ളായിട്ട് ഉണ്ടാവൂല കേട്ടോ. ഒരു സോങ്ങും ഫുള്ളില്ല, അതാണ് സീനുകൾക്ക് സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് കുറച്ച്. അതെ, അതായത് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പരിപാടിയായിരിക്കും. സീനും ഒരുമിച്ച് പോലെ അതിനൊരു ഒഴുക്കുണ്ട്. വിനീത് ശ്രീനിവാസൻ അത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കരമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക മൈൻഡാ കേൾക്കുമ്പോ. ഇനി ആ പരിപാടി അത് നടക്കൂല, 2 നടക്കും, പിന്നെ നടക്കൂല. അത് നടന്നല്ലോ, ഹൃദയത്തിലും നടന്നു, തട്ടത്തിൻ മറയത്തിലും ഓക്കെ ആയിരുന്നു. അല്ല, സാമ്പാർ അല്ലെങ്കിൽ ഒരുപാട് എപ്പോഴും നിന്നാ കഴിയില്ല. ഒരു സത്യം. സാമ്പാർ സാദം എന്താണ്? സാമ്പാർ സാദം എന്തെങ്കിലും പറയാ, സാമ്പാർ സാദം എന്ന് പറയാം. അതായത് ആള് എപ്പോഴും പറയുന്നത് ആൾക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും അത് അങ്ങനെ ഇഷ്ടമായിക്കൊള്ളുന്നില്ല. അടുത്തത് ഇഡ്ഡലി കടൈ. സാമ്പാർ എന്തായാലും ഇഡ്ഡലിയും വരാം. ഇപ്പോഴാണ് അത് കറക്റ്റ് ആയത്, അതിന്റെ ഒരു കോമ്പിനേഷൻ എത്തിയത്. ഇഡ്ഡലി സാമ്പാർ. ഇഡ്ഡലി കടൈ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ 27-ാം തീയതി വരുന്നുണ്ട്. 28-ന് നമ്മുടെ ധനുഷിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ അപ്ഡേറ്റ് ആണത്. അപ്പോൾ ഈ സോങ് എഴുതിയിരിക്കുന്നതും പാടിയിരിക്കുന്നതും ധനുഷ് തന്നെയാണ്. ഒരു പുതിയ സ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ, GVPൻ്റെ കൂടെയുള്ള ധനുഷിൻ്റെ. അതെ. അപ്പോൾ ഇഡ്ഡലി കടൈ നമ്മുടെ ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഇഡ്ഡലി കടൈ ആള് തന്നെയാണ് ഡയറക്ഷൻ, ആള് തന്നെയാണ് ഇപ്പൊ ഈ പാട്ട് എഴുതുന്നതും പാടുന്നതും ഒക്കെ. GVP ആണ് മ്യൂസിക്. അതും കൂടി വേണമെങ്കിൽ
നോക്കായിരുന്നു. അടുത്തത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ വേ. വേ ആണോ ഡേ? ഡേ ആണല്ലേ. ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ ഡേ. ആ കൊള്ളാം, നൈസാ. സിനിമയുടെ ഷൂട്ട് ഓഗസ്റ്റ് 1 തുടങ്ങും. അടുത്ത വർഷം ജൂലൈ 24 സിനിമ റിലീസിനെത്തും. ഓഗസ്റ്റ് 1 ഷൂട്ട്. ആ, നമ്മൾ ബിസി ആയിരിക്കൂലേ? ഒരു രക്ഷയില്ല. നമ്മളിവിടുത്തെ അതായത് സ്റ്റുഡിയോത്തെ ചിലന്തി വല തട്ടുന്ന ബിസി ആയിരിക്കും. 1-ാം തീയതിയോ? 1-ാം തീയതി. 1-ാം തീയതി നമ്മൾ തിയേറ്ററായിരിക്കും. സുമതി വളം. ആ, അത് പ്രേതപ്പടാണ്. ആ അവിടെയും മാറാലായിരിക്കുമല്ലോ. എന്തായാലും മാറാല വേണം. തിയേറ്ററുകാരോട് പറയാം തട്ടണ്ട, ആവശ്യമുണ്ട്. ഞങ്ങൾ തട്ടിക്കോളാം. അയ്യോ എന്തൊക്കെയാണോ എന്ത് കിട്ടിയാലും അങ്ങ് അളിഞ്ഞോളും. ഓക്കെ, അടുത്തത് JSK സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ. 4 ദിവസം കൊണ്ട് 390 കോടി. മോശമല്ല. കൊള്ളാം. പ്രവീൺ നാരായണൻ പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായ സിനിമയാണ്. മാധവ് സുരേഷ് പ്രധാന വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. തിളങ്ങിയത് ആളാണ്, സൂപ്പർ സ്റ്റാർ ആളാണ്. അതിൽ ക്ലിക്ക് ആയത് ആളാണ്. അടുത്തത് സെയ്യാറെ. സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ വന്നിട്ടുണ്ട് 84 കോടി. ഭയങ്കര ഹിറ്റായിട്ടോ. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് കേട്ടോ. അതായത് ആദ്യത്തെ 2 ദിവസങ്ങളിൽ 20 ആയിരുന്നു അതിൻ്റെ കളക്ഷൻ. പിന്നീട് അങ്ങോട്ട് പിന്നെ ഇപ്പോൾ 30 ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നോറും കളക്ഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് നല്ല അഭിപ്രായം വരുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ ഇത് റീമേക്കാണ്. എന്നാലും ആള് എപ്പോഴും മറ്റേ റീമേക്കിന്റെ ആളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.